അപ്പോൾ ഇത് കുറേ മാങ്ങ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ അയൽവാസി തന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചക്കയും മാങ്ങയൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിട്ടാറുണ്ട്. അപ്പോൾ നല്ല വെള്ളരി മാങ്ങയും പിന്നെ പുളിയുള്ള മാങ്ങയാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ വെള്ളരി മാങ്ങ എന്ന് പറയുന്നത് പുളിയില്ലാത്ത മാങ്ങയ്ക്കാണ് കേട്ടോ വെള്ളരി മാങ്ങ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അച്ചാറിടുന്നതിന് മുമ്പ് തന്നെ ഉപ്പും മുളകൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കൊതി തോന്നി കേട്ടോ. അപ്പം ഞാനിത് ആ ഉള്ളിൽ നല്ല മൂത്ത മാങ്ങ നോക്കി തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കാണ് മക്കൾ പറയുന്നത്, അമ്മ ഇടയ്ക്ക് ട്രെൻഡി ആയിട്ട് നിന്ന ആ ഒരു തുണിയിൽ പൊതിഞ്ഞ് അടിക്കുന്ന മാങ്ങയില്ലേ, കല്ലിൽ ഇങ്ങനെ അടിച്ച് കഴിക്കുന്ന മാങ്ങയില്ലേ, അത് ഉണ്ടാക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ കരുതി അത് തന്നെ ഉണ്ടാക്കാമെന്ന്. കാരണം ഞാനും കഴിച്ചിട്ടില്ല, മക്കളും കഴിച്ചില്ല, അതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിയണമല്ലോ എന്ന് കരുതി കേട്ടോ. അപ്പോൾ ഇതാ മുളക് പൊടി എടുത്ത് ഉപ്പെടുത്തിട്ടുണ്ട്, പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഇത്തിരി കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട്, എന്നാലും കുഴപ്പമില്ല എന്ന് കരുതിയിട്ട് എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത് കേട്ടോ. അങ്ങനെ ഇതാ മാങ്ങയ്ക്ക് ചുറ്റുമുള്ള വട്ടസമ്മേളനമാണ് നടക്കുന്നത് കേട്ടോ. ഞാനിത് കല്ലിലടിക്കുമ്പോൾ മാങ്ങ തെറിച്ച് പോകുമല്ലോ, അപ്പോഴാരാദ്യം എടുക്കുമെന്നുള്ളൊരു ചർച്ചയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണത്തില്ലേ, ഈ ക്ഷേത്രത്തിൽ തേങ്ങ അടിക്കുമ്പോൾ തേങ്ങയൊക്കെ പറക്കാൻ വേണ്ടിയിട്ട് പിള്ളേർ വരുന്നത്, അതുപോലെയാണ് കേട്ടോ എൻ്റെ മക്കൾ നിൽക്കുന്നത്. അപ്പോൾ ഇതാ മാങ്ങയിൽ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മാങ്ങയൊക്കെ ഒന്ന് കീറി എടുക്കുന്നുണ്ട്. അങ്ങനെ മാങ്ങയൊക്കെ കീറി എടുക്കുന്നതിലും പങ്കുപറ്റാൻ അവിടെ ആൾക്കാരുണ്ട്. എന്നിട്ട് ഞാൻ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഇല്ലേ, അതിൽ മുക്കി മുക്കി കഴിക്കുകയാണ്. എന്നിട്ട് നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഈ കീറി എടുക്കുന്നത് നമ്മുടെ മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനൊന്ന് കീറിയെടുത്തത്. ഇതാ മാങ്ങയുടെ എല്ലാ ഭാഗവും ഒന്ന് കീറി ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ നമ്മൾ മിക്സ് ചെയ്ത മസാല ഒന്ന് ഇതാ എല്ലായിടത്തും ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എണ്ണ ഇത്തിരി കൂടുതലായതുകൊണ്ട് തന്നെ എല്ലാം ഇങ്ങനെ ഒലിച്ചൊലിച്ച് പോരുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, എല്ലാം കൂടെ ഇങ്ങനെ അടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണല്ലോ എന്ന് കരുതിയിട്ട് ഞാനിതാ എല്ലാ ഭാഗത്തും ഇങ്ങനെ കോരി ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ പിന്നെ മക്കളുടെ കിളി പോയി നിൽക്കുകയാണ് കേട്ടോ. ഇപ്പോൾ അവർക്ക് കടിച്ച് കഴിക്കണമെന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ ഞാനൊരു വെള്ള തുണി എടുത്തിട്ടുണ്ട്. എന്നിട്ട് മാങ്ങ ഇല്ലേ, നമ്മൾ അരപ്പൊക്കെ പുരട്ടി ആ മാങ്ങ അതിലോട്ട് വെച്ചു. പിന്നെ ബാക്കിയുള്ള അരപ്പ് ഞാൻ അതിലോട്ടെടുത്ത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ വേറെ കല്ലൊന്നും കിട്ടാത്തത് കൊണ്ട് നമ്മുടെ ഇടിക്കല്ലില്ലേ, നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഇടിക്കുന്ന ആ ഒരു കല്ലിനെ മറച്ചിട്ടിട്ട് അതിൻ്റെ പുറത്താണ് കേട്ടോ ഇടിക്കുന്നത്. അപ്പോഴത്തേക്കും ഇതാ മാങ്ങയൊക്കെ 4 സൈഡായിട്ട് ഇങ്ങനെ തെറിച്ച് പോകുന്നുണ്ടായിരുന്നേ. അങ്ങനെ ഇതാ നമ്മുടെ ഇടിച്ച മാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് വായിൽ വെള്ളം ഊറി കേട്ടോ. എനിക്ക് മാത്രമല്ല, എൻ്റെ ബാക്കിലൊരു ഗ്യാങ് നിൽക്കുന്നല്ലോ അവർക്കും. അങ്ങനെ ഇതാ നമ്മൾ എല്ലാവരും കൂടെ കഴിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഉപ്പും മുളകും ഇങ്ങനെ വെച്ച് കഴിക്കുന്നതിനേക്കാളും ഇങ്ങനെ ഇടിച്ച് കഴിക്കുന്നതാണ് എനിക്ക് കുറച്ചുകൂടെ ടേസ്റ്റി ആയെന്ന് തോന്നിയത് കേട്ടോ. അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ മസാലയൊക്കെ പിടിച്ചിരിക്കുമല്ലോ. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.